നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. പോരാട്ടത്തിന്റെ സഹന വഴികൾ താണ്ടി അടങ്ങാത്ത സമരവീര്യത്തിന്റെ ആൾരൂപമായ സഖാവ് പുഷ്പൻ ഇനി ഓർമ്മകളിലേക്ക്. കൂത്തുപറമ്പ് വെടിവയ്പ്പിന്റെ 6ാമത്തെ രക്തസാക്ഷിയായി പുഷ്പൻ മാറുമ്പോൾ ആ വിടവാങ്ങൽ ചില സന്ദേശങ്ങൾ നൽകുകയാണ്. അനീതികൾക്കെതിരെ വിരൽ ചൂണ്ടണമെന്ന പ്രസ്ഥാനത്തിന്റെ ഉറച്ച ബോധ്യങ്ങൾക്ക് കരുത്ത് പകരുന്നതാകണം പുഷ്പന് നൽകുന്ന സല്യൂട്ട്. അവസരവാദ രാഷ്ട്രീയക്കാർ തരാതരം പോലെ വരികയും പോകുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നിലച്ചുപോയ ശരീരവും നിലയ്ക്കാത്ത മുദ്രാവാക്യങ്ങളുമായി പുഷ്പൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നത്. ഈ 1 മണിക്കൂർ കൂടി പുഷ്പന് വേണ്ടി നീക്കിവെക്കുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി VPP മുസ്തഫ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ലാൽകുമാർ, M സുരേന്ദ്രൻ കൂത്തുപറമ്പ് സമര പോരാളിയാണ്, VPP മുസ്തഫ CPIM പ്രതിനിധി, സവ്യ സാജി ഗാന രചയിതാവാണ്, റിനീഷ് മാസ്റ്റർ ഗായകനാണ്. ഈ 2 വിശിഷ്ടാതിഥികൾ കൂടി ഈ ചർച്ചയെന്ന് വിശേഷിപ്പിക്കാനാകില്ല. അദ്ദേഹത്തിനുള്ള ഒരു സല്യൂട്ട് എന്ന രീതിയിൽ ഈ 1 മണിക്കൂർ കൈരളി ന്യൂസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആദ്യം പങ്കെടുക്കുന്നത് M സുരേന്ദ്രനിലേക്കാണ് ആദ്യം പോകുന്നത്. ശ്രീ M സുരേന്ദ്രൻ, സഹനത്തിൻ്റെ ഒരു 30 ആണ്ട് പിന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പുഷ്പൻ നമ്മുടെ ഓർമ്മകളിലേക്ക് വിടവാങ്ങിയിരിക്കുകയാണ്. ആ 30 വർഷത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മനുഷ്യായുസ്. ആ മനുഷ്യായുസിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നോ? ബൗദ്ധികമായി അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. ഈ 30 വർഷം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾക്ക് ഇപ്പോൾ എന്താണ് തോന്നുന്നത്? പുഷ്പൻ 30 കൊല്ലം മുമ്പ് കൂത്തുപറമ്പ് നഗരത്തിൽ വെച്ച് വെടിയേറ്റ് സുഷുമ്നാ നാഡി തകർന്ന് കിടപ്പിലായ 30 ഈ കൊല്ലം, സംഭവ ബഹുലമായ 30 കൊല്ലം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളന്ന് വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കുമെതിരായിട്ടുള്ള സമരത്തിലാണ് 2000 ചെറുപ്പക്കാർ അന്ന് കൂത്തുപറമ്പ് നഗരത്തിൽ ഒത്തുകൂടിയത്. ഒരു മന്ത്രിയുടെ പരിപാടിക്ക് പ്രതിഷേധം രേഖപ്പെടുത്താൻ കറുത്ത തൂവാല വീശി പ്രതിഷേധിക്കാനാണ് ഞങ്ങളന്ന് ഒത്തുകൂടിയത്. സഖാവ് പുഷ്പൻ അന്ന് രാവിലെ 9 മണിയാവുമ്പോഴേക്ക് തന്നെ കൂത്തുപറമ്പിലെത്തിയിരുന്നു. 10-10:30 മണിയോടുകൂടി മിക്കവാറും തലശ്ശേരി താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് DYFIയുടെ യുവജന സഖാക്കൾ അവിടെ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. ധാരാളം പെൺകുട്ടികളും ആ സമരത്തിലുണ്ടായിരുന്നു. കറുത്ത തൂവാല വീശി പ്രതിഷേധിക്കാനുള്ള ഒരു സമര പരിപാടിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തത്. ആ സമരം രാവിലെ തന്നെ മുദ്രാവാക്യങ്ങളും മറ്റും ഉദ്ഘാടന പരിപാടി നടക്കുന്ന കൂത്തുപറമ്പ് ടൗൺ ഹാളിൻ്റെ മുൻപിൽ ഞങ്ങൾ മുദ്രാവാക്യമൊക്കെ വിളിച്ച് അവിടെ ഇരിക്കുമ്പോൾ പോലീസ് ഓഫീസർമാരെല്ലാം ഞങ്ങളോട് വളരെ സൗഹൃദപരമായ സംഭാഷണത്തിലായിരുന്നു. ആ സൗഹൃദ സംഭാഷണങ്ങൾ പോലീസും സമരക്കാരും തമ്മിലുള്ള ഒരു വലിയ സ്നേഹമസൃണമായ ബന്ധമാണ് ഞങ്ങൾക്ക് പരിപാലിക്കാനായത്. എന്നാൽ 12 മണിയോടുകൂടി ഹക്കിംഗ് ബത്തേരിയുടെ വരവ്, ആ വരവോടുകൂടിയാണ് ആ ടൗൺ ഹാളിൻ്റെ മുന്നിലുണ്ടായിരുന്ന ഞങ്ങളെ പോലീസ് ലാത്തിച്ചാർജ് ചെയ്തത്. DYFIയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി സഖാവ് MP ജയരാജൻ അടക്കമുള്ള നിരവധി നേതാക്കൾ ആ സമരമുഖത്തുണ്ടായിരുന്നു. സഖാവ് പുഷ്പൻ, അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലൊരു അംഗമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ പഠനം നിർത്തേണ്ടി വന്ന് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഒടുവിൽ ബാംഗ്ലൂരിലും മൈസൂരിലുമായിട്ട് പല ചരക്ക് കടകളിലൊക്കെ ജോലി ചെയ്യുന്ന പ്രവൃത്തിക്കിടയിൽ ചെറിയ പ്രായത്തിൽ ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായി, പിന്നീട് രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് SFIയുടെ പ്രവർത്തകനായി ഒക്കെയുള്ള ആവേശമാണ് കൂത്തുപറമ്പിൽ 94 നവംബർ 25-ന് ഒരു സമരമുണ്ടെന്ന് കേട്ടപ്പോൾ നാട്ടിലുള്ള പുഷ്പനും ആ സമരത്തിൽ വന്നു ചേർന്നു.
ആ സമരത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ പലകുറി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കൂത്തുപറമ്പിൽ നടന്ന ലാത്തിച്ചാർജിൽ നിരവധി ആളുകൾക്ക് ആദ്യം പരിക്കേറ്റു. അതേ തുടർന്ന് കൂത്തുപറമ്പിൽ പോലീസ് നടത്തിയ വെടിവെപ്പിൽ 5 സഖാക്കൾ തൽക്ഷണം മരിച്ചു വീണു. രാജീവനും ശിവലാലും ബാബുവും റോഷനും മധുവും. സഖാവ് രാജീവൻ വെടിയേറ്റ് വീണ് അതിനെ താങ്ങിയെടുക്കുമ്പോഴാണ് പുഷ്പന് വെടിയേറ്റത്. പുഷ്പനും മാത്രമല്ല, കൂടാതെ 5 പേർക്ക് വേറെയും വെടികൊണ്ടിട്ടുണ്ടായിരുന്നു. ചിറ്റാരിപ്പറമ്പിലെ അശോകൻ, കൈതേരിയിലെ പ്രസാദ്, മാങ്ങാട്ടിടത്തെ സജീവൻ, കൂത്തുപറമ്പിലെ തന്നെ 2 പ്രദേശങ്ങളിലുള്ള ശശിയും രാജനും ഇവർക്കെല്ലാം വെടിയേൽക്കുകയുണ്ടായി. തെക്കോട്ടും വടക്കോട്ടും പോലീസ് വെടിവെക്കുകയായിരുന്നു. 2 മണിക്കൂർ നേരം കൂത്തുപറമ്പ് നഗരത്തിൽ നരനായാട്ടായിരുന്നു. സമരക്കാരായിട്ടുള്ള ആളുകളെ മാത്രമല്ല വെടിവെച്ചത്. ആ സമരകേന്ദ്രത്തിൻ്റെ ഏകദേശം 1 കിലോമീറ്റർ ദൂരത്താണ് ഒരു ചുമട്ട് തൊഴിലാളിയായ രാജന് വെടികൊണ്ടത്. നിഷ്ഠൂരമായ ആക്രമണമായിരുന്നു ആ സംഭവം. കൂത്തുപറമ്പിൽ തെക്കോട്ടും വടക്കോട്ടും വെടിവെപ്പ് നടന്നപ്പോൾ ആ വെടിയച്ചയുടെ അലകൾ ഇന്നും എൻ്റെ കാതുകളിൽ അലക്കുകയാണ്. ഒരു ഭീതിതമായ ഒരു രംഗമായിരുന്നു അവിടെ. പുഷ്പൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. പല സഖാക്കളും പല ആസ്പത്രികളിലും പ്രവേശിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ പ്രവേശിപ്പിക്കപ്പെട്ട ആ സഖാക്കൾക്ക് പുറമെ കണ്ണൂർ ആസ്പത്രി, ജില്ലാ ആസ്പത്രിയിലും തലശ്ശേരി താലൂക്ക് ആസ്പത്രിയിലും കൂത്തുപറമ്പ് ഗവൺമെൻറ് ആസ്പത്രിയിലുമായിട്ട് എല്ലും തലയും അടിച്ചു പൊളിക്കപ്പെട്ട, പോലീസിനാൽ അടിച്ചു പൊളിക്കപ്പെട്ട 200-ൽ പരം വരുന്ന സഖാക്കളും വിവിധ ആസ്പത്രികളിൽ പ്രവേശിപ്പിക്കപ്പെടുകയായിരുന്നു. സഖാവ് പുഷ്പൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം കഴുത്തിന് താഴെ ചലനമറ്റ് വീട്ടിലേക്ക് വന്നു. പല ആസ്പത്രികളിലേക്കും പല വിദഗ്ധ ഡോക്ടർമാരുടെ ഉപദേശ നിർദ്ദേശങ്ങളിലേക്കും അവരുടെ ചികിത്സക്കും വിധേയപ്പെട്ട പുഷ്പൻ ഒന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിന് വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല എന്നാണ് അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ആ 30 വർഷത്തിന് ശേഷം അതാണ് വലിയ ചരിത്രം. കേരളത്തിൻ്റെ വിപ്ലവ പ്രസ്ഥാനത്തിന് ഇന്ത്യയിലും ലോകത്തെമ്പാടുമുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് വലിയൊരു രക്തതാരകമായി അദ്ദേഹം മാറുന്നത് ആ ഒരു കാലയളവ് മുതലാണ്. ഈ 30 വർഷത്തെ കാലയളവാണ്. VPP മുസ്തഫയിലേക്കാണ്. ശ്രീ VPP മുസ്തഫ, ഈ 30 വർഷത്തെ ഒരു കാലയളവ് നമ്മൾ എടുത്തു നോക്കിയാൽ ഈ കൂത്തുപറമ്പ് സമരത്തെ വികലമായി ചിത്രീകരിക്കാൻ പല വിധത്തിലുള്ള ശ്രമങ്ങൾ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം വളരെ കൃത്യമായി കൂത്തുപറമ്പ് സമരം എന്തിനായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു നിലകൊണ്ടത്, ഇപ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ആശയ വ്യക്തത വരുത്തിക്കൊണ്ടായിരുന്നു സഖാവ് പുഷ്പൻ സംസാരിച്ചത്. അതായത് താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കാൻ ഒരു കാലത്തും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നത് വളരെ പ്രസക്തമാണ്. ഈ കൂത്തുപറമ്പ് സമരം എന്ന് പറയുമ്പോൾ അതിവൈകാരികമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. അതിലെ ജീവിക്കുന്ന രക്തസാക്ഷിയെ കൊണ്ട് പലവരും ഈ സമരത്തിനെതിരെ പറയിപ്പിക്കാൻ ശ്രമമുണ്ടായി, നയങ്ങൾക്കെതിരെ പറയിപ്പിക്കാൻ ശ്രമമുണ്ടായി. അപ്പോഴെല്ലാം അദ്ദേഹം എടുത്ത ഒരു നിലപാട് അതിവിടെ നമ്മൾ ചർച്ച ചെയ്തു പോകേണ്ടതല്ലേ? തീർച്ചയായും. നിങ്ങൾ കാണേണ്ടത്, പുഷ്പന് വെടിയേൽക്കുമ്പോൾ വെറും 24 വയസ്സാണ് പ്രായം. 24 എന്ന് പറയുന്നത് നമ്മൾ ടീനേജ് ഒക്കെ കഴിഞ്ഞ് യൗവന തീഷ്ണമായ നാളുകളിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയം. പുഷ്പനാകട്ടെ, ഇവിടെ നേരത്തെ സഖാവ് എം സുരേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്റെ തൊഴിലിന്റെ ഭാഗമായി ബാംഗ്ലൂർ പോലെ ഒരു മഹാനഗരത്തിൽ ജീവിക്കുന്നയാളുമാണ്. അപ്പൊ ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയുന്ന, അത്തരത്തിൽ ഇന്നത്തെ ഒരു ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളി ജീവിതത്തിനുള്ള സാധ്യതകൾ തേടാവുന്ന ഒരു പ്രായത്തിലാണ് സുഷുമ്നാ നാഡിക്ക് വെടിയേറ്റ് ജീവിതത്തിൽ ഇനി തനിക്ക് എഴുന്നേൽക്കാൻ പോലും ആവില്ല എന്ന തിരിച്ചറിവിൽ കഴിഞ്ഞ 30 വർഷം അദ്ദേഹം ജീവിക്കുന്നത്. ഏത് സാധാരണ മനുഷ്യനും നിരാശയുടെ പടുകുഴിയിൽ വീണുപോകാം. എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ ചുറ്റും ആളില്ലല്ലോ. അദ്ദേഹം ഒറ്റയ്ക്ക് കടന്നു പോകുന്ന കുറച്ച് മണിക്കൂറോ നിമിഷങ്ങളെങ്കിലും ഉണ്ടാകുമല്ലോ ഈ 30 വർഷത്തിനിടയിൽ.
ഏതെങ്കിലും ഒരു ദിവസം ഒരു നേരം ഒരു 10 മിനിറ്റെങ്കിലും അദ്ദേഹം തനിച്ചായി പോയിട്ടുണ്ടാവുമല്ലോ. ആ സമയത്ത് പോലും ഇങ്ങനെ കിടക്കേണ്ടി വന്നതിൽ തന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയില്ലേ എന്ന ഒരു നിരാശ ആ മനസ്സിനെ പിടികൂടാതെ അങ്ങേയറ്റത്തെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തോടെയും പ്രത്യയശാസ്ത്ര ദാർഢ്യത്തോടെയും അദ്ദേഹം നിലകൊണ്ടു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലെ ഒരു വലിയ മാതൃകയാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട്, പൊതുപ്രവർത്തനം കൊണ്ട് തനിക്കെന്ത് കിട്ടും എന്ന് ആളുകൾ ആലോചിക്കുന്ന കാലം, വലിയ പദവികളിൽ ഇരിക്കുന്ന ആളുകൾ പോലും MLA ആയും അതുപോലെ മറ്റ് വലിയ പദവികളും സ്ഥാനമാനങ്ങളും ലഭിച്ചവർ പോലും അതൊക്കെ കൊണ്ട് തനിക്കെന്ത് കിട്ടും, തന്റെ അജണ്ടകൾ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്നാഗ്രഹിക്കുന്ന കാലത്താണ് ഒരു പബ്ലിക് കോസിന് വേണ്ടി, ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം ഇങ്ങനെ ഊരിക്കൊടുക്കേണ്ടി വന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ സാർത്ഥകമാക്കിയ 2 കൊല്ലമാണ്. കൃത്യമായിട്ട് നമ്മൾ അത് ഒന്നുകൂടി ആവർത്തിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു കൂത്തുപറമ്പ് സമരത്തിന്റെ കൃത്യമായ മുദ്രാവാക്യം? തീർച്ചയായിട്ടും അന്നത്തെ UDF ഭരണകാലം വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുന്നു, സർവ്വ മേഖലയിലും അഴിമതി. ഈ പൊതു അവസ്ഥയിൽ കണ്ണൂരിലെ കൂത്തുപറമ്പിലെ സമരത്തിന്റെ ശരിയായ അവിടെ അന്ന് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ച മുദ്രാവാക്യം, ഒന്ന് പരിയാരം ആരംഭിക്കാൻ പോകുന്ന മെഡിക്കൽ കോളേജിന്റേതും, 2 അന്നത്തെ ജില്ലാ ബാങ്കുകളിലെ അഴിമതി നിയമനത്തിന്റെയും പ്രശ്നമാണ്. കണ്ണൂർ ജില്ലയിലെ പരിയാരത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു TB സാനിറ്റോറിയം, ക്ഷയരോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാലയം ആരംഭിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള സൗജന്യ ഭൂമി, 100 കണക്കിന് ഏക്കർ ഭൂമിയുണ്ടത്. അവിടെയാണ് UDF ഭരണകാലത്ത് ഒരു മെഡിക്കൽ കോളേജ് എന്ന നിർദ്ദേശവുമായിട്ട് വരുന്നത്. പൊതുസ്ഥലമാണ്, പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ആ പബ്ലിക് പ്രോപ്പർട്ടി പക്ഷേ അന്നത്തെ ഗവൺമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആളുകളുടെ പേരിലുള്ള ഒരു ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റിക്കൊടുക്കുന്നു. എന്നിട്ട് ആ ട്രസ്റ്റ് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നു. പൊതുഭൂമിയും പൊതു പണവും ഉപയോഗിച്ച് സ്വകാര്യ ട്രസ്റ്റിന് കൈകാര്യം ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജ് എന്ന പ്രശ്നമാണ് പരിയാരം മെഡിക്കൽ കോളേജിന്റെ പേരിലുള്ള തട്ടിപ്പിനെതിരായിട്ട് സമരം. മെഡിക്കൽ കോളേജിനെതിരായിട്ടില്ല സമരം. മെഡിക്കൽ കോളേജ് വരണം, പക്ഷെ പൊതു പണവും പൊതുഭൂമിയും പൊതു സ്വത്തും ഉപയോഗിച്ച് സ്വകാര്യ ട്രസ്റ്റിന്റെ പേരിലേക്ക് ആരംഭിക്കുന്നു. അതിനെതിരായിട്ടാണ് സമരം. ഇന്നിപ്പോ ശ്രീരാവ് പുഷ്പന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ നമ്മൾ നിൽക്കുമ്പോ അഭിമാനപൂർവം പറയാം, ആ സഹന സമരത്തിന് വലിയ നേട്ടമുണ്ടായി. കണ്ണൂരിലെ പൊതുഭൂമി സംരക്ഷിച്ചു, പൊതു പണം സംരക്ഷിച്ചു. ആ മെഡിക്കൽ കോളേജ് ഇന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. അന്ന് ജീവൻ ഊരിക്കൊടുത്ത് നടത്തേണ്ടി വന്ന സമരം, അതിന്റെ മുദ്രാവാക്യം സാർത്ഥകമായത് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ്. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പരിയാരത്തെ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജ് ഇന്നിപ്പോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജായി ഒരു പൊതുസ്ഥാപനമായിട്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത്. നാളെ മറ്റന്നാൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാരവാഹികളുടെ മക്കൾക്കോ അവരുടെ പിന്തുടർച്ചാവകാശികൾക്കോ പോകാതെ നാടിന്റെ പൊതുസ്വത്തായി മാറി. 2 ജില്ലാ ബാങ്കുകളിലെ അഴിമതി നിയമനമായിരുന്നു പ്രശ്നം. അന്നത്തെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയ അഴിമതികൾക്കെതിരായിരുന്നു സമരം. എന്തുണ്ടായി ഗുണം? ജില്ലാ ബാങ്കുകളിലെ നിയമനം PSCക്ക് വിടാൻ വേണ്ടി സാധിപ്പിച്ചു. പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെയാക്കി. ഭരിക്കുന്നവരുടെ ആശ്രിതരെയും അവരുടെ ആളുകളെയും പിൻവാതിലൂടെ നിയമനം നടത്തുന്നതിന് പകരം. അതുകൊണ്ട് ഇന്നിപ്പോ നമുക്ക് കേരള ബാങ്കായിട്ട് അത് പരിവർത്തിപ്പിക്കുമ്പോൾ വളരെ എളുപ്പം നല്ല മുന്നേറ്റം സാധിച്ചു. അങ്ങനെ ശ്രീരാവ് പുഷ്പൻ ഉൾപ്പെടെ 6 സുഖാക്കളുടെ ജീവിതം ഊരിക്കൊടുത്ത ആ സമരം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും പൊതുമേഖലയുടെ സംരക്ഷണത്തിലും വലിയ നേട്ടങ്ങൾ നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ ബലി കൊടുത്തിട്ട് എന്തുണ്ടായി ഗുണം എന്നായിരുന്നു. വലിയ വലിയ ത്യാഗമാണ്. ഒരുപക്ഷെ കയ്യൂരിലേതുപോലെ, കരിവള്ളൂരിലേതുപോലെ, പുന്നപ്ര വയലാറിലേതുപോലെ സ്വാതന്ത്ര്യപൂർവ്വ കാലത്തിന് ശേഷമുണ്ടായ, സ്വാതന്ത്ര്യപൂർവ്വ കാലത്തിന് മുമ്പുണ്ടായ ആ സമരങ്ങൾക്ക് ശേഷം നമ്മുടെയൊക്കെ തലമുറയിലെ ഐതിഹാസികമായ ഒരു സമരം, അതിന്റെ മുദ്രാവാക്യം, അന്ന് കയ്യൂരും കരിവള്ളൂരും ഒക്കെ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം കൃഷിഭൂമി, കൃഷിക്കാരന്, അത് 57-ൽ EMS ഗവൺമെന്റ് വന്നപ്പോൾ സാർത്ഥകമാക്കി. 94-ലെ അന്നത്തെ UDF ഗവൺമെന്റിന്റെ അഴിമതിക്കും കച്ചവടത്തിനുമെതിരെ നടത്തിയ മുദ്രാവാക്യം 2016-ൽ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോൾ സാർത്ഥകമാക്കാൻ വേണ്ടി കഴിഞ്ഞു. തീർച്ചയായിട്ടും ആ വലിയ ചാരിതാർത്ഥ്യത്തോടെയാണ് ശ്രീരാവ്
പുഷ്പൻ നമ്മുടെ ഒപ്പം നിന്നത്. അതുകൊണ്ട് അതൊരു വലിയ മാതൃകയാണ്. ഇങ്ങനെ ഈ 30 വർഷം ഇങ്ങനെ കിടക്കുമ്പോഴും നിരാശയുടെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ തന്നെ ഇങ്ങനെ ആക്കിയത് ഈ പാർട്ടിയൊക്കെ അല്ലേ, ഇതിനു വേണ്ടി സമരം ചെയ്യാൻ പോയിട്ടല്ലേ ഞാൻ ഇങ്ങനെ ആക്കിയത് എന്ന ഒരു പരോക്ഷ വിമർശനം പോലും ഒരു തവണ പോലും ശ്രീ പുഷ്പനിൽ നിന്നും ഉണ്ടായില്ല. നിങ്ങൾ നോക്കി എത്ര തവണ നമ്മുടെ മാധ്യമങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ പുഷ്പന്റെ അടുത്ത് പോയിട്ട് ഈ ചാനലുകാരും ആളുകളും കുത്തി ആ സഖാവിന്റെ അടുത്ത് ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഒരു തവണ പോലും ഉണ്ടായില്ല. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടക്കുന്ന പുതിയ ചില സംഭവവികാസങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെ 3 പതിറ്റാണ്ട് കാലം താൻ വിശ്വസിച്ച രാഷ്ട്രീയത്തിനും താൻ ഉയർത്തിപ്പിടിച്ച ആദർശത്തിനും വേണ്ടി നിലകൊള്ളാൻ കാണിച്ചിട്ടുള്ള പുഷ്പന്റെ ആ ഒരു മാതൃകയാണ് യഥാർത്ഥത്തിൽ പുതിയ കാലത്തെ തലമുറ, ന്യൂ ജനറേഷൻ. ആ പുതിയ കാലത്തെ തലമുറ തലമുറയെ ഓർമ്മിപ്പിക്കുന്നത് പുഷ്പന്റെ ഈ ത്യാഗമാണ്. ഈ ത്യാഗം കൊണ്ട് എന്ത് നേടി എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം കേരളത്തിന്റെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്, നമ്മൾ കാണുകയാണ്. അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്കാണ്. ലാൽകുമാർ, ഇതിപ്പോൾ ഈ പുഷ്പന്റെ മരണത്തോടെ നമ്മുടെ പൊതുസമൂഹം ഉയർത്തിയ ഒരു ചോദ്യമുണ്ട്. UDF സർക്കാരിൻ്റെ കാലത്തും ഇടത് സർക്കാരുകളുടെ കാലത്തും ഉണ്ടായ പോലീസ് നയത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ സ്വാശ്രയ സമരമൊക്കെ നടക്കുമ്പോൾ കൂത്തുപറമ്പിൽ നടന്നത് ഇനിയും ആവർത്തിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. അത് ഒട്ടേറെ നമ്മൾ ചർച്ച ചെയ്തു പോയതാണ്. അവിടെ നരനായാട്ട് തന്നെയാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നീട് വന്ന സ്വാശ്രയ സമരം, ഈ സമരങ്ങളിലൊക്കെ UDF സർക്കാർ കൈക്കൊണ്ട നിലപാട്, അതുപോലെ ജനകീയ സമരങ്ങളോട് LDF സർക്കാരിൻ്റെ പോലീസ് കൈക്കൊണ്ട നിലപാട്, ഇത് തമ്മിൽ കൃത്യമായ ഒരു വേർതിരിവ് കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ വെക്കേണ്ട ഒരു ഘട്ടമല്ലേ ഇപ്പോൾ? നോക്കൂ, കഴിഞ്ഞ കുറേ കാലങ്ങളായി പോലീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വന്ന ശേഷം ഒരു ഇൻഡിപെൻഡൻറ്റ് പോലീസിങ് എന്ന ആശയം, പോലീസിൻ്റെ മണ്ടയ്ക്ക് കൺട്രോൾ ഇല്ല എന്നുള്ള അവസ്ഥയല്ല, പോലീസിനെ പോലീസിൻ്റേതായ തൊഴിൽ ചെയ്യാൻ വിടുക എന്നുള്ളൊരർത്ഥത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അത് പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലാണെങ്കിലും അങ്ങനെ ഒരു ഓട്ടോണോമി കൊടുക്കുക എന്നുള്ളത് വലിയൊരു റിഫോമായി മുന്നോട്ട് വരുന്നൊരു കാലമാണ്. അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് പോലീസിങ് ഉള്ള കാലത്ത് ഇപ്പം പല കേസുകളിലേക്കും വരിക, പല കേസുകളിലും പറയുന്നൊരു കാര്യമാണ് സർക്കാർ നിഷ്ക്രിയമായി നിൽക്കുന്നു. സർക്കാർ നിഷ്ക്രിയമായി നിൽക്കുകയല്ല, യഥാർത്ഥത്തിൽ ആ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കാൻ പോലീസിന് ആദ്യ അവകാശം ഉണ്ട്. ആ അവകാശം വിട്ടുകൊടുക്കുകയാണ് പലപ്പോഴും ചെയ്യുക. പിന്നീട് അതിനകത്ത് സത്യസന്ധമല്ല എന്ന് കണ്ടാൽ സർക്കാരിന് ഇടപെടുകയും ചെയ്യാം. അങ്ങനെ ഉള്ള കാര്യക്ഷമമായ ഇടപെടലൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. പോലീസിങ്ങിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നോക്കൂ, പോലീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി വരുന്ന ഓരോ ആരോപണങ്ങളെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി പോലീസിനെതിരെ അത്ര ആരോപണങ്ങളില്ല എന്നുള്ളതാണ്. നമുക്ക് ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നു. ഇതൊക്കെ ലോക്കപ്പ് മർദ്ദനം എന്ന് പറയുന്നത് പിണറായി വിജയൻ വന്നതിന് ശേഷം വന്നതല്ല. ഈ പറയുന്ന പിണറായി വിജയനെയും ലോക്കപ്പിൽ മർദ്ദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ അദ്ദേഹം പറയുന്നുണ്ട്. അതൊരു കൊളോണിയൽ ട്രേസാണ്. പോലീസിൻ്റെ ഒരു കൊളോണിയൽ ട്രേസിൻ്റെ ഭാഗമായി ഈ ഇടിയൻ പോലീസ് എന്ന് പറയുന്ന ഒരു ചരിത്രം തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റാരോ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറുന്ന ഒരു കാര്യവുമല്ല. അതിനെ പൂർണ്ണമായി റിഫോം ചെയ്യണമെങ്കിൽ യു ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ് എന്നുള്ളതാണ് സത്യം. പക്ഷേ ആ വർക്കിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ കാര്യക്ഷമമായി നടക്കുന്ന ഒരു സമയം തന്നെയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നോക്കൂ, പോലീസിനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ എനിക്കുണ്ട്. ഞാൻ പറയുന്നത് ഈ ഇടിയൻ പോലീസാണ് എന്ന് പറയുന്ന പോലീസിൽ ഞാൻ ആ ഇടിയൻ പോലീസായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. പോലീസിനെ പെസിമിസ്റ്റിക്കായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കത്തുള്ളൂ. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്നോ, നായനാർ ഇരിക്കുന്നോ, ആൻ്റണി ഇരിക്കുന്നോ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഇരിക്കുന്നോ എന്ന് വെച്ചിട്ടല്ല. നമ്മൾ പൊതുസമൂഹത്തിൽ ജനാധിപത്യ വിശ്വാസികളായി നിൽക്കുന്ന ആൾക്കാർ പോലീസിനെ ഒരു പെസിമിസ്റ്റിക് ഐയോടുകൂടി മാത്രം നോക്കുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തിന് നല്ലതാണ്. പക്ഷേ അതുകൊണ്ട് കാര്യക്ഷമമായി ഇടപെടുന്ന വിഷയങ്ങളിൽ അവർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന് പറയരുത്. അവർ കൃത്യമായി ഇടപെടുകയും ഈ പറയുന്ന അന്വേഷണം ഒന്നും നടക്കുന്നില്ല എന്ന് നമ്മൾ പിണറായി വിജയനെ എതിർക്കാൻ വേണ്ടി ഇതിനെ മൊത്തത്തിൽ ഒരു കാർപ്പറ്റ് ബോംബിംഗ് നടത്തുന്നതും ശരിയല്ല. വിമർശനങ്ങൾ നിർബന്ധമായി ഉണ്ടാവും. പൊതുപ്രവർത്തകർക്ക്
പൊതുപ്രവർത്തകർക്കെതിരെ വിമർശനമില്ലേ? മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമില്ലേ? VPP മുസ്തഫയ്ക്കെതിരെ വിമർശനമില്ലേ? ഓരോരുത്തർക്കെതിരെ വിമർശനമുണ്ട്. അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നതാണ് നമ്മൾ സാധാരണഗതി ചെയ്യുക. ആ തിരുത്താനുള്ള വലിയ ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ കമ്പാരിസണിലേക്ക് വരാം. നോക്കൂ, പോലീസിനെ ഈ കഴിഞ്ഞ 8 വർഷമായി, ഇപ്പം 8 വർഷത്തിനടുത്തായല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനായി ഇരിക്കാൻ തുടങ്ങിയിട്ട്, എന്നാണ് പാർട്ടിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ദുർവിനിയോഗം ചെയ്തിട്ടുള്ളതെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ പറയുന്ന കൂത്തുപറമ്പ് പുഷ്പനെ നമ്മൾ ഓർക്കുമ്പം അവരുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്വാഭിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ പറയുന്ന മനുഷ്യരുടെ നെഞ്ചത്തേക്ക് നിറയൊഴിക്കാൻ പോലീസിനെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എവിടെയാണ് അങ്ങനൊരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാർ എപ്പോഴേലും ഭരിക്കുമ്പോൾ ചെയ്തിട്ടുള്ളത്? എപ്പോഴാണ് ചെയ്തിട്ടുള്ളത്? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ഇടതുപക്ഷ പോലീസ് നയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതാ പറഞ്ഞേ, വ്യത്യസ്തമായ നയം വരുമ്പോൾ, വ്യത്യസ്തമായ നയത്തിലിരിക്കുന്ന ആൾക്കാർ ഭരിക്കുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ വ്യത്യസ്തമായിട്ടായിരിക്കും. അതുകൊണ്ട് ഒരു കുറ്റവും ഇല്ലാത്ത ഒരു സംവിധാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിണറായി വിജയൻ പോലും പറയുമെന്ന്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോട്ടയത്തെ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് പുഴുക്കുത്തുകളുണ്ട് എന്നാണ്. പുഴുക്കുത്തുകൾ ഇല്ല എന്നാണോ പറഞ്ഞത്? കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലീസിൽ പുഴുക്കുത്തുകളാണ്. അത് ശരിയാണ്, പോലീസിൽ പുഴുക്കുത്തുകളുണ്ട്. അതിൽ എത്ര പേരെ പുറത്താക്കിയതിൻ്റെ കണക്ക് മുഖ്യമന്ത്രി പറഞ്ഞു? എത്ര പേരെ പുറത്താക്കിയതിൻ്റെ കണക്ക് മുഖ്യമന്ത്രി പറഞ്ഞു? ഈ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ആ വിഷയം ചർച്ച ചെയ്തോ? എന്നുവെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ ഈ പറയുന്ന തെറ്റ് ചെയ്തവരെ പുറത്തോട്ട് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ച് ഏത് തരത്തിലാണ് നിങ്ങൾ ഈ സംസ്ഥാനത്ത് ചർച്ച ചെയ്തിട്ടുള്ളത്? അപ്പോൾ അങ്ങനൊരു ചർച്ചയെ നടന്നിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന പുഴുക്കുത്തുകളുണ്ട് എങ്കിൽ ആ പുഴുക്കുത്തുകളെ എടുത്ത് പുറത്താക്കുന്ന പ്രോസസ്സ് ഈ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചും നമ്മൾ ബഹുമാനത്തോടു കൂടി തന്നെ കാണണം. അപ്പം നിങ്ങൾ വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ, വിമർശനമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിമർശനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വിമർശനം ഉള്ളപ്പോൾ തന്നെ നല്ലത് അംഗീകരിക്കുക. ഈ വിമർശനം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇരിക്കുന്നുകൊണ്ട് വരുന്നതാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാനൊരു ശ്രമമുണ്ട്. അത് തെറ്റാണ്. കാര്യം എനിക്കുള്ള വിമർശനത്തിൻ്റെ കാരണങ്ങൾ പോലും അത് വലിയ വ്യത്യാസം പോലീസിൻ്റെ ഒരു ഇതിൽ വരാനുള്ളതാണ്, അവരുടെ ഒരു പോളിസിയിൽ വരേണ്ടതാണ്. ഞാൻ ഒരിക്കൽ DGP ബെഹ്റയായിരുന്ന കാലത്ത് ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു. അതൊരു ചാനൽ നടത്തിയ മീറ്റിങ്ങിനകത്ത് അദ്ദേഹം വരികയുണ്ടായി. അദ്ദേഹത്തിനോട് ഞാൻ ആദ്യം പറഞ്ഞത് ഈ കാക്കി ഉപേക്ഷിക്കാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഈ കാക്കി കയറുമ്പോഴത്തേന് ആൾക്കാരെ തല്ലുക, അത് ഈ തല്ലുന്നത് CPM-കാരനെ തല്ലുന്നുണ്ട്, അല്ല കോൺഗ്രസ്സുകാരനെ, ബാക്കിയുള്ളവരെ എല്ലാം തല്ലുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം നമ്മൾ അങ്ങനെ, അപ്പോൾ ഇത് കാക്കി എന്ന് പറയുന്ന ഒരു കൊളോണിയൽ ട്രേസാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അതും സർക്കാരിൻ്റെ മുന്നിലുള്ള കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള ഓർക്കുക. അപ്പോൾ പുഷ്പനെ നമ്മൾ ഇന്ന് നിൽക്കുന്നത്, ഈ രക്തപുഷ്പമായി നിൽക്കുന്ന ഈ പുഷ്പനുണ്ടല്ലോ, ഈ സഖാവ് പുഷ്പൻ, കൂത്തുപറമ്പിൻ്റെ രക്തസാക്ഷി, യഥാർത്ഥത്തിൽ അന്ന് മരിച്ചില്ല എന്നേ ഉള്ളൂ. 54-ാമത്തെ വയസ്സിൽ ആ ജീവിതം നഷ്ടപ്പെടുമ്പം 30 വർഷം കട്ടിലിൽ കിടന്ന് രാഷ്ട്രീയം പറഞ്ഞ മനുഷ്യനാണ്. അങ്ങനൊരു സാഹചര്യം വരുന്നതിന് കാരണം എന്താണ്? അത് ഭരിക്കുന്നവർ മോശമായി പോലീസിനെ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ നെഞ്ചത്തേക്ക് നിറയൊഴിക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ നിറയൊഴിക്കാൻ പറഞ്ഞ ഒരു ചരിത്രം ഇടതുപക്ഷ പോലീസിൻ്റെ ചരിത്രത്തിലില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ആദ്യത്തെ സ്ട്രെച്ച് നിർത്തുന്നു. ഞാൻ അങ്ങയിലേക്ക് വരാം. കൂത്തുപറമ്പിൻ്റെയോ കണ്ണൂരിൻ്റെയോ കേരളത്തിൻ്റെയോ മാത്രമല്ല, ലോകത്തിൻ്റെ എവിടെയൊക്കെ ഒരു ഭരണകൂടത ഭീകരത നിലനിൽക്കുന്നുണ്ടോ അതിലൊക്കെ ആവേശവും പ്രതീക്ഷയുമായ രക്തസാക്ഷിത്വമാണ് പുഷ്പൻ്റേത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ പുഷ്പനെ പുതിയ തലമുറ മനസ്സിലാക്കിയത് ഒരു ഗാനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പുഷ്പനെക്കുറിച്ച് സ്മരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ ആ ഗാനത്തെക്കുറിച്ച്, പുഷ്പനെ അറിയാമോ എന്ന് യുവതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഗാനത്തെക്കുറിച്ചും അതിൻ്റെ ശില്പികളെക്കുറിച്ചും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു മാധ്യമം പോലും ആ ശില്പികളെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ശില്പികളായ സവ്യ സാജിയും അതുപോലെ റിനീഷ് കുമാറും നമ്മോടൊപ്പം ഈ വേളയിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം സവ്യ സാജിയിലേക്ക് പോവുകയാണ്. സവ്യ സാജി, ഒരു തലമുറയെ അങ്ങേയറ്റം പ്രചോദിപ്പിക്കാൻ ഈ പ്രസ്ഥാനത്തോട്, ഈ വിപ്ലവ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്താൻ അങ്ങേയറ്റം അങ്ങയുടെ വരികൾ എത്രത്തോളം സഹായകമായി എന്ന് പുഷ്പൻ്റെ ഓർമ്മ നിലനിൽക്കുന്ന ഈ സമയത്തെല്ലാം നമുക്ക് ബോധ്യമാവുകയാണ്. കഴിഞ്ഞ എത്രയോ വർഷമായി നമ്മുടെ യുവത അത് പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ രക്തതാരകത്തെക്കുറിച്ച് താങ്കൾ എഴുതിയ സാഹചര്യം എന്തായിരുന്നു? എന്നാണ് ഈ ഒരു ഗാനം ഉണ്ടായത്? അതായത് നീലിമ, പുഷ്പേട്ടൻ്റെ
വെടിവെപ്പ് നടന്നതിൻ്റെ 2 വർഷങ്ങൾക്ക് ശേഷം പുഷ്പേട്ടനെ കാണാൻ വേണ്ടി തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ അവിടെ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ച ഒരു പുഷ്പേട്ടൻ, അത്ര ആഴത്തിൽ വേദന തിന്നുകൊണ്ടിരിക്കുമ്പോഴും അത് പുറമേ കാണിക്കാതെ ഞങ്ങളോട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വളരെ വളരെ മനോഹരമായി ചിരിച്ചുകൊണ്ട് സംസാരിച്ച പുഷ്പേട്ടൻ തിരിച്ചു വന്നപ്പോൾ മനസ്സ് നിറയെ പുഷ്പേട്ടനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പാട്ടെഴുതുന്ന അങ്ങനെയൊന്നും കരുതിയിരുന്നില്ല. പക്ഷേ പുഷ്പേട്ടനിങ്ങനെ മനസ്സിലേക്ക് ഓടി വരുമ്പോഴൊക്കെ മനസ്സറിയാതെ ചോദിക്കും, പുഷ്പനെ അറിയാമോ? ആ വാക്കിൽ നിന്ന് തന്നെയാണ് ആദ്യം ഞാൻ ഈ പാട്ടെഴുത്തിൻ്റെ ആദ്യ വരികൾ ഉണ്ടാക്കിയെടുത്തതെന്ന് എൻ്റെ ഓർമ്മ. പിന്നീട് അതിന് വരികൾ കൂട്ടിച്ചേർക്കുകയും 1-2 വരികളായപ്പോൾ ഞാൻ അതെൻ്റെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളോട് കൈമാറുകയും ചെയ്തു. അപ്പോൾ അവർ തുടർന്ന് എഴുതാൻ പറഞ്ഞു. ഈ പാട്ടിൻ്റെ പൂർണ്ണ രൂപീകരണത്തിൻ്റെ വഴിയിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ആദ്യം ഈ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ പേരെടുത്ത് പറയാനുള്ളൊരു വിഷമമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയൊക്കെ ഓർമ്മിക്കുകയാണ്. അവരോടൊക്കെ നന്ദി, സ്നേഹം. പാട്ടിൻ്റെ ഒരു മുഴുവൻ രൂപം എത്തിയപ്പോൾ അതിന് ഓർക്കസ്ട്ര ഒന്നും ചെയ്തില്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഒരു മാർച്ചിൽ വെച്ച് റിനീഷിനെ പരിചയപ്പെടുന്നത്. റിനീഷ് കണ്ണങ്കോട് TPG സ്കൂൾ അധ്യാപകനായിരുന്നു. അന്ന് DYFIയുടെ പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ചുമതലക്കാരനൊക്കെ ആയിരുന്നു. അപ്പോൾ റിനീഷിനോട് ആ പാട്ട് നമ്മൾ പാട്ട് അതിനെപ്പറ്റി സംസാരിക്കുകയും റിനീഷ് വളരെ ആവേശത്തോടെ ആ പാട്ട് എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ വരികൾ എഴുതി വാങ്ങിക്കുകയും പിന്നെ അദ്ദേഹം പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും ആ പാട്ട് പാടുമായിരുന്നു. റിനീഷിനെ കൂടാതെ തന്നെ ഇതിനു മുമ്പേ എൻ്റെ സുഹൃത്തുക്കളായിരുന്ന എന്നോട് കൂടെ ഈ പാട്ട് ഷെയർ ചെയ്തിരുന്ന അവരും അവരുടെ വ്യത്യസ്ത പരിപാടികളിൽ ഈ പാട്ട് പാടി നടക്കുമായിരുന്നു. പാട്ട് ഉണ്ടായി 10 വർഷങ്ങൾക്ക് ശേഷമാണ്, ശരിക്കും 10 വർഷങ്ങൾക്ക് ശേഷമാണ് കോഴിക്കോട് വെച്ച് നടന്ന പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഏരിയ സമ്മേളനത്തിലാണ് ആദ്യമായി ഈ പാട്ട് സംഗീത രൂപത്തിൽ പുറത്തിറങ്ങുന്നത്. പാനൂർ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു അതിൻ്റെ ഗാന റെക്കോർഡിംഗ് ഒക്കെ നടന്നിരുന്നത്. റിനീഷ് പാടിയിട്ടുണ്ട്. ഇതിന് 10ഓളം പാട്ടുകളടങ്ങിയ ഒരു വിപ്ലവ ഗാന സമാഹാരമായിരുന്നത്. ആരുടെ പുഷ്പം എന്നായിരുന്നു അപ്പോൾ ആ വിപ്ലവ സമാഹാരത്തിൻ്റെ പേര്. അതിൽ ജോയ് തോമസ് ഇരട്ടി, പിന്നെ എൻ്റെ വൈഫ് ഷിമി സവ്യസാജി, ഇവരൊക്കെ പല പല പാട്ടുകൾ പാടിയിട്ടുണ്ട്. കൂത്തുപറമ്പ് രക്തസാക്ഷികളെക്കുറിച്ച് തന്നെ മറ്റൊരു ഗാനമുണ്ട്. അതിൽ കൂത്തുപറമ്പെന്ന് കേട്ടാലെന്തേ എന്ന ഗാനം ആ പാട്ടിൽ ആ ആൽബത്തിലുണ്ടായിരുന്നു. പുഷ്പന് ഏറെ ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയായിരുന്നു അത്. പക്ഷേ ഞാനതിൽ ഹിറ്റാവും എന്ന് ഞങ്ങൾ കരുതിയ ഒരു പാട്ടേ അല്ല ചിത്രത്തിൽ വന്നത് പുഷ്പനെ അറിയാമോ എന്ന ഗാനമാണ്. ഈ പാട്ട് ഇങ്ങനെ ഈ കാസറ്റ് ഇറങ്ങുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പുഷ്പേട്ടൻ നാട്ടുകാരായ എൻ്റെ കുറേ സഖാക്കൾ അറിയുകയും അവർ ഇവിടുത്തെ ഒരു പരിപാടിക്ക് പുഷ്പേട്ടനെ ഇവിടെ കൊണ്ടുവന്നിരുത്തി, ശയ്യാവലംബിയായ പുഷ്പേട്ടനെ ഇവിടെ ആ പൊതുപരിപാടിയിൽ കൊണ്ടുവന്നിരുത്തി ആ പാട്ട് പുഷ്പേട്ടന് കേൾക്കണം, നീ ഒന്ന് പാടുമോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ വെച്ച് ആ സഖാക്കൾ എന്നെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ പാട്ടിൻ്റെ നാൾവഴികൾ. റിനീഷ് ആണ് അത് പാടിയിരിക്കുന്നത്. അതിൻ്റെ മെയിൽ വെർഷൻ പാടിയിരിക്കുന്നത് റിനീഷാണ്. അതിൻ്റെ ഫീമെയിൽ വെർഷൻ പാടിയിരിക്കുന്നത് എൻ്റെ ഭാര്യ ഷിമി സവ്യസാജിയാണ്. ഇപ്പോൾ എവിടെ ചെന്നാലും അതിൻ്റെ ഒരു നീലിമ ചോദിച്ചതിൻ്റെ ഒരു മറുപടിയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു രസകരമായ ഒരു ആനന്ദം ഞാൻ അനുഭവിക്കാറുള്ളത് പല കവലകളിലൂടെ പല പരിപാടികൾക്കും ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ട് ഉച്ചഭാഷയിലൂടെ കേൾക്കാറുണ്ട്. അപ്പോൾ
ആരും തിരിച്ചറിയാതെ ആരാലും തിരിച്ചറിയപ്പെടാതെ ഞാൻ അതുവഴി കടന്നു പോകാറുണ്ട്. അതിൽ ഗൂഢമായ ഒരു ആനന്ദം ഞാൻ അനുഭവിക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്താണ് എന്നെ പലരും സവ്യസാജി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഈ പേര് തിരക്കി നടക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ ഒരു അത്ര പോപ്പുലർ അല്ലാത്ത ഒരു പാട്ടാണെങ്കിൽ പോലും നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ വളരെ കൃത്യമായി അതിൻ്റെ ഗാനരചന ആരാണ് പാടിയിരിക്കുന്നത് എന്നുള്ള വളരെ കൃത്യമായ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ അനാവൃതമാക്കപ്പെടും. പക്ഷേ എവിടെ സെർച്ച് ചെയ്താലും നിങ്ങളുടെ ഈ രണ്ട് പേരുകൾ എവിടെയും കാണാനുണ്ടായിരുന്നില്ല. ഇനി അങ്ങനെയാകില്ല എന്നതാണ് സ്ഥിതി. നിങ്ങളെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന ഏക മാധ്യമം കൈരളി ന്യൂസാണ്. അത് ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വം തന്നെ പ്രഖ്യാപിക്കുകയാണ്. റിനീഷ് മാസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. റിനീഷ് പാടിയ ആ വരികൾ ഇപ്പോൾ കേരളം മുഴുവൻ ഏറ്റുപാടുകയാണ്. നേരത്തെ ബാലസംഘത്തിൻ്റെ വേദികളിൽ, അതുപോലെ ഡിവൈഎഫ്ഐയുടെ SFIയുടെയൊക്കെ സമ്മേളന വേദികളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആ പുഷ്പനെക്കുറിച്ചുള്ള ആ ഗാനം ഇപ്പോൾ കേൾക്കാത്തവരായി ആരും തന്നെയില്ല എന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ് ആ ഒരു പാട്ടിൻ്റെ അനുഭവം? അതിൽ നിലിമ ഇങ്ങനൊരു പാട്ട് ബാലസംഘത്തിൻ്റെ ഒരു പരിപാടിയിൽ വെച്ചാണ് സവ്യൻ ആദ്യമായി എന്നോട് പറയുന്നത്. ആ പറഞ്ഞ സമയത്ത് ഞാൻ പിന്നീട് DYFIയുടെ ചുമതലക്കാരനായി വ്യത്യസ്ത പരിപാടികളെല്ലാം പോകുന്ന സമയത്ത് വിവിധ ക്യാമ്പയിനുകളിലും എല്ലാം ഈ വരികൾ പാടാറുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നേരത്തെ സവ്യൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ 19ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി പാനൂർ നടന്ന ഏരിയ സമ്മേളനം, ആ ഏരിയ സമ്മേളനത്തിൻ്റെ കൊടിയമ്പര ജാഥയുടെ അനൗൺസറായിരുന്നു ഞാനന്ന്. എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. ആ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് രാത്രി 12-12:30 മണിക്കാണ് ഞങ്ങൾ ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് പാനൂരിലെ സ്റ്റുഡിയോയിൽ വെച്ച്. റെക്കോർഡ് ചെയ്യുമ്പോൾ ഒട്ടേറെ പ്രയാസങ്ങളുണ്ടായി. കാരണം ഞാനൊരു സംഗീതം പഠിച്ച ആളായിരുന്നില്ല. സവ്യേട്ടൻ പറഞ്ഞു തന്നത് കേട്ടുപാടുക എന്നതിനപ്പുറത്തേക്ക് സംഗീതത്തിൻ്റെ ബാലപാഠം അറിയാത്ത ഒരാളായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആ ഓർക്കസ്ട്രയോടൊപ്പം പാടാൻ അല്പം ബുദ്ധിമുട്ടി. പക്ഷേ പ്രശാന്തേട്ടനും സവ്യേട്ടനും തന്ന ആ ഒരു എന്താ പറയേണ്ടത്, നമ്മളോട് കാണിച്ച ഒരു സംഗതി ആ സമയത്ത് അങ്ങനെ 1.5 മണിക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷം എനിക്ക് ഒട്ടേറെ അനുഭവങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നാമ്പുറത്ത് എൻ്റെ വൈഫിൻ്റെ ആങ്ങള ജിനി ഉൾപ്പെടെ അതിൻ്റെ വലിയ നിലയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ ഈ പാട്ട് ഞാൻ പാടിയതിന് ശേഷം പല ആളുകൾക്കും, എൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് പോലും ശരിക്കും ഇത് ഞാനാണ് പാടിയതെന്ന് അറിയില്ലായിരുന്നു, നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ. പിന്നീട് ഇത് വലിയ ഹിറ്റായി കേരളം മുഴുവൻ കുട്ടികൾ മുതൽ അപാലവൃദ്ധം ജനങ്ങളും ഇത് പാടാൻ തുടങ്ങിയ സമയത്താണ് എൻ്റെ വോയിസ് തിരിച്ചറിഞ്ഞ് പലരും പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഞാൻ ഡൽഹിയിൽ നടന്ന സമരത്തിലും ആന്ധ്രയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായും ഒക്കെ ഈ പാട്ട് പാടുകയുണ്ടായി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാലപാഠം പോലും അറിയാത്ത ഒരാളെ ഈ പാട്ട് പാടിച്ചപ്പോൾ സവ്യം പറഞ്ഞത്, ഹൃദയത്തിൽ നിന്ന് ഈ വരികൾ പാടാൻ നിനക്ക് കഴിയും. അത് ഹൃദയസ്പർശിയായിട്ട് പാടുമ്പോഴാണ് ഈ പാട്ട് കുറച്ചുകൂടി വൈകാരികമായിട്ട് പാടുമ്പോഴാണ് ഈ പാട്ടിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഫീൽ കിട്ടുക. റിനീഷ്, അതാണ് നമുക്ക് വേണ്ടത്. റിനീഷ് മാഷിന്റെ ഈ പാട്ടൊന്ന് കേൾക്കാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഈ വേളയിൽ നമുക്ക് വേണ്ടി ആ പാട്ട് ഒരിക്കൽ കൂടി പുഷ്പന് വേണ്ടി പാടിയ ആ പാട്ട് അതേ ആവേശത്തോടു കൂടി, അതേ ആത്മാർത്ഥതയോടുകൂടി, അതേ ആശയത്തോടു കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കില്ലേ? അതെ നിലിമ, ഞാൻ ഒരു 4 വരി മൂളാം. ഓക്കെ. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥയറിയാമോ. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥയറിയാമോ. മയ്യഴിയാറ്റിനുമറിയാം, കനകമലക്കാറ്റിനുമറിയാം, മയ്യഴിയാറ്റിനുമറിയാം, കനകമലക്കാറ്റിനുമറിയാം, തണ്ടൊടിഞ്ഞിട്ടും
വാടാതങ്ങനെ നിൽപ്പാണവനൊരു ചെമ്പനി നീർപ്പൂവ്. അവനൊരു നാടിൻ തേങ്ങലാണേങ്ങലാൻ ഉയിരാണുശിരാണ്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥയറിയാമോ. അതിൻ്റെ തുടർച്ച കൂടി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. കഴിയുമെങ്കിൽ അതൊന്ന് മുഴുവനായി പാടിത്തന്നാൽ. മുറുകും മുഷ്ടിയിലേന്തിയ നേരിൻ ഊറ്റവുമായി കൂത്തുപറമ്പിൻ തെരുവിൽ അലറി ധീരയുവത്വങ്ങൾ. മുറുകും മുഷ്ടിയിലേന്തിയ നേരിൻ ഊറ്റവുമായി കൂത്തുപറമ്പിൻ തെരുവിൽ അലറി ധീരയുവത്വങ്ങൾ. അണിചേർന്നു പുഷ്പനും അണിചേർന്നു, അണിചേർന്നു പുഷ്പനും അണിചേർന്നു. ആവേശം പൂണ്ടാർത്തു വിളിച്ചവൻ ഇൻകുലാബ് സിന്ദാബാദ്, DYFI സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, DYFI സിന്ദാബാദ്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥയറിയാമോ, അറിയാമോ. ആ രണഗാഥയെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക്, അതിനെ പിന്തുടരുന്ന യുവാക്കൾക്ക്, യുവതയ്ക്ക് എല്ലാം പരിചയപ്പെടുത്തി കൊടുത്ത നിങ്ങളെ ഇന്നെങ്കിലും ഈ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അത് വലിയ അനീതിയാകുമെന്ന് കൃത്യമായി വിശ്വാസമുണ്ടായിരുന്നു. ആ ധാരണയുടെ പുറത്താണ് നിങ്ങളെ രണ്ടുപേരെയും ഈ ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നത്. വളരെയധികം നന്ദി സവ്യ സാജി, അതുപോലെ റെനീഷ് മാസ്റ്റർ, ഈ വേളയിൽ കൈരളിയോടൊത്ത് ഈ അനുഭവം പങ്കുവയ്ക്കാനും പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഗാനം ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി. ഈ ചർച്ച പുരോഗമിക്കുകയാണ്. ഇനി എം സുരേന്ദ്രനിലേക്കാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ 30 വർഷം സഖാവ് ഉയർത്തിയ ആ മുദ്രാവാക്യം, എന്തിനു വേണ്ടിയാണോ അദ്ദേഹം രോഗശയ്യയിലായത്, സഹനക്കിടക്കയിലായത്, അതിൻ്റെ കൃത്യമായ അർത്ഥം, അതിൻ്റേതായ അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ ഉണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിനെ മുൻനിർത്തിയായിരുന്നല്ലോ സമരം. അന്ന് അത്തരത്തിലൊരു സമരം നടന്നില്ലായിരുന്നുവെങ്കിൽ ഈ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭാവി എന്താകുമായിരുന്നു? അതൊരു കോർപ്പറേറ്റ് മുതലാളിത്ത രീതിയിലേക്ക് കൃത്യമായി പോകുമായിരുന്നില്ലേ? അതിന് വലിയ തടയിടാൻ ഈ 6 പേരുടെ രക്തസാക്ഷിത്വം വഴിവെച്ചില്ലേ? തീർച്ചയായും പരിയാരം മെഡിക്കൽ കോളേജ് ഇന്ന് സർക്കാർ ഏറ്റെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനവും പ്രചോദനവും ഉണ്ടായത് ആ കൂത്തുപറമ്പിലെ സമരം തന്നെയാണ്. കൂത്തുപറമ്പിലെ സമരത്തിന് മുമ്പ് ധാരാളം സമരങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. സമരതീഷ്ണമായ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ, വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള ഒരുപാട് സമരങ്ങൾ കേരളത്തിൻ്റെ തെരുവുകളിൽ ശക്തമായിട്ട് നടത്തുന്നുണ്ടായിരുന്നു. ആ സമരങ്ങളെ എങ്ങനെയാണ് അന്നത്തെ സർക്കാർ നേരിട്ടത്? വിദ്യാർത്ഥികളുടെ എല്ലും തലയും അടിച്ചു പൊളിച്ച് അവരുടെ ചുടുചോര കൊണ്ട് ചുമർചിത്രം വരക്കുന്ന കാട്ടാള വാഴ്ചയാണ് അന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തും കണ്ടത്. ഈ കാഴ്ചകളാണ് കൂത്തുപറമ്പിലും ഒരു പ്രതിഷേധം, അഴിമതിക്കെതിരായിട്ട്. ഇവിടെ നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. ആ അപേക്ഷ ക്ഷണിച്ച അവസരത്തിൽ ഇവിടെ കണ്ട കാര്യം, ഒരു പ്രഹസന പരീക്ഷ സംഘടിപ്പിച്ചു. ആ പ്രഹസന പരീക്ഷ നടത്തിയതിന് ശേഷം അന്നത്തെ ബാങ്കിൻ്റെ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ നിന്ന് മാത്രമല്ല, അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് ശ്രീ സുധാകരൻ്റെ വീട്ടിലടക്കം പരീക്ഷ നടത്തി, നേരത്തെ ക്വസ്റ്റ്യൻ കൊടുത്ത് പരീക്ഷ എഴുതിപ്പിച്ച് പണം വാങ്ങിയ ആളുകൾക്ക് നിയമനം കൊടുക്കാൻ പോകുന്ന ആളുകളുടെ പേര് വിവരം അന്ന് കണ്ണൂരിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ 3 എണ്ണം ഉണ്ടായിരുന്നു. ആ 3 കേന്ദ്രത്തിൻ്റെ മുമ്പിൽ അന്ന് DYFIയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി,
ഒരു ഫ്ലെക്സ് ബോർഡ് തയ്യാറാക്കി നിയമനം കിട്ടാൻ പോകുന്ന ആളുകളുടെ പേര് ഞങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ കുട്ടികൾ വരുമ്പോൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. അവർക്കാണ് നിയമനം കിട്ടിയത്. ആ അഴിമതിക്കെതിരായിട്ടുള്ള ജില്ലാ ബാങ്കിലെ അഴിമതി നിയമനത്തിനെതിരായിട്ടുള്ള ആ സമരം ഞങ്ങൾ നടത്തിയത് വളരെ അർത്ഥവത്തായിരുന്നു. പിന്നീട് ആ അഴിമതി കച്ചവടത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ, പരസ്പരമുള്ള ആരോപണങ്ങൾ എല്ലാം UDFൻ്റെ അകത്തും കോൺഗ്രസിൻ്റെ അകത്തും അന്ന് കാണാനും കേൾക്കാനും മലയാളികൾക്ക് മൊത്തം സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജ്, ഒരു TB സാനിറ്റോറിയം, സർക്കാരിൻ്റെ ഭൂമി, പണം എല്ലാം കൂടി എഴുതിയെടുത്ത് അത് സ്വകാര്യവൽക്കരിച്ച് കുത്തകവൽക്കരിക്കാനുള്ള നീക്കത്തെ തടയാൻ ഇന്ന് അഭിമാനകരമായി പറയാൻ സാധിക്കും. കൂത്തുപറമ്പിൽ അന്ന് ആ ഒഴുകിയ ചിതറിത്തെറിച്ച ചോരയാണ് ആ പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാരിൻ്റെ മേഖലയിലേക്ക് ഉയർന്നു വരാൻ സാധിച്ചത്. ആ സമരത്തിൻ്റെ നായകൻ സഖാവ് പുഷ്പനാണ്. ആ സമരത്തിൻ്റെ നായകൻ, ആ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഇന്ന് കേരളീയ യുവത്വത്തിൻ്റെ പ്രക്ഷുബ്ധമായ മനസ്സുകളിൽ കഴിഞ്ഞ 30 വർഷം കേരളീയ യുവത്വത്തിൻ്റെ പോരാട്ടതീഷ്ണമായ അനുഭവങ്ങളിൽ അരങ്ങിലും അണിയറയിലും വിസ്മയം തീർത്ത ഒരു പ്രതിഭാസമാണ് സഖാവ് പുഷ്പൻ ഇന്ന് നമ്മളോട് യാത്ര ചോദിച്ചു പോയത്. ആ പ്രിയ സഖാവിന് ഈ ലോകത്തുണ്ടായിട്ടുള്ള അംഗീകാരം, ഈ ഇന്ത്യയിലുണ്ടായ അംഗീകാരം, ഈ കേരളത്തിലുണ്ടായ അംഗീകാരം, ഞങ്ങൾ ഒരുമിച്ച് ആ സമരമുഖത്ത് പോയി 30 വർഷത്തെ ആസ്പത്രി വാസം, വീട്ടിലെ വാസം, ഇതിനിടയിൽ പലപ്പോഴും പുഷ്പനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പല ബഹുമാന്യരും ചൂണ്ടിക്കാണിച്ചതുപോലെയും അവതാരകയും ചൂണ്ടിക്കാണിച്ചതുപോലെ ആ പുഷ്പൻ്റെ മുഖത്ത് എന്നും സന്തോഷത്തിൻ്റെ മനസ്സായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ഇവിടെയാണ് പുഷ്പനെ കാണാൻ ഇന്ത്യയിലും കേരളത്തിലുമുള്ള ആളുകൾ മാത്രമല്ല വന്നുകൊണ്ടിരിക്കുന്നത്. 30 വർഷക്കാലം പുഷ്പൻ്റെ വീട് എവിടെയാണ്, പുഷ്പനെ കാണാൻ എന്താണ് വഴി, ഏത് വഴിയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് ചോദിച്ച എത്രയെത്ര അന്വേഷണങ്ങളാണ് ഈ കേരളത്തിലെ കണ്ണൂരിലെ DYFI പ്രവർത്തകർ നേരിട്ടിട്ടുണ്ടായിരുന്നത്. സാക്ഷാൽ ചെഗുവേരയുടെ മകളടക്കം ഇവിടെ വന്ന് അദ്ദേഹത്തെ കാണുന്ന ഒരു രക്തസാക്ഷികളുടെ രക്തസാക്ഷിയാണ്. അതെ, രക്തസാക്ഷികളുടെ രക്തസാക്ഷിയാണ് എണസ്റ്റോ ചെഗുവേര. ആ ചെഗുവേരയുടെ മകൾ അലീഡ ഗുവേര ആ കരീബിയൻ സമുദ്രത്തിൻ്റെ മുകളിലൂടെ പറന്നു വന്നിട്ടാണ് ഇവിടെ ഇന്ത്യയിലേക്ക് എത്തിയത്. ഇവിടെ പുഷ്പനെ കാണാൻ വേണ്ടി വന്നത്. അലീഡ ചെഗുവേര അന്ന് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ഈ കേരളത്തിലെ സമരങ്ങളിൽ വിദ്യാർത്ഥികളുടെ, യുവജനങ്ങളുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങളുടെ സുപ്രധാനമായൊരു പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ആ സഖാവിൻ്റെ ധീരമായ പ്രവർത്തനങ്ങളെ എനിക്ക് വളരെയേറെ വിലമതിക്കാനാവുന്നുണ്ട് എന്ന് ചെഗുവേരയുടെ മകളാണ് ചൂണ്ടിക്കാണിച്ചത്. അവർ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ടായിരുന്നു. ഒരു കാര്യം വിനയത്തോടെ പറയാൻ എനിക്ക് സാധിക്കുന്ന ഒരു കാര്യമുണ്ട് പുഷ്പനെക്കുറിച്ച്. പുഷ്പനെ ബഹുമാനിക്കുന്നത്, പുഷ്പനെ സ്നേഹിക്കുന്നത് ഇവിടുത്തെ DYFIക്കാരും കമ്മ്യൂണിസ്റ്റുകാരും മാത്രമല്ല. പുഷ്പൻ നടത്തിയ ആ സമരത്തിൻ്റെ ഫലമാണ് ഈ കേരളത്തിൽ കാണുന്ന വിദ്യാഭ്യാസ മേഖലയിൽ കണ്ട സകല പുരോഗതിയുടെയും അടിത്തറയിട്ടത് എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും പലപ്പോഴും സംസാരിക്കുന്നത് ഈ കേരളത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ സമരമാണ് ഈ കേരളത്തെ മാറ്റി തീർക്കാനുള്ള പുതിയ ചലനാത്മകമായ നവോത്ഥാന കേരളവും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും ഇവിടെ പടുത്തുയർത്തിയ ആശയമണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് UDFൻ്റെ ഭരണം എന്നെല്ലാം കോൺഗ്രസിൻ്റെ ഭരണം ഇവിടെ വന്നിരുന്നുവോ ആ ഭരണത്തിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളും ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ ഏറ്റവും വലിയ സമരങ്ങളും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടങ്ങളുടെ ആശയവുമാണ് ഇന്ന് കാണുന്ന ഈ കേരളം കാണുന്ന സർവ്വ പുരോഗതിയുടെയും അടിസ്ഥാനം. ആ സമരം, കൂത്തുപറമ്പിൻ്റെ സമരം സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂത്തുപറമ്പ് നഗരത്തിൽ നടത്തിയ ആ നിഷ്ഠൂരമായ വെടിവെപ്പിൻ്റെ ഓർമ്മ ഇന്നും എൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചുകൊണ്ടിരിക്കുന്നു. ആ പോരാട്ടമുഖത്ത് ഞങ്ങൾ പലരും ലാത്തിച്ചാർജിൽ പരിക്കുപറ്റി ആസ്പത്രികളിലേക്ക് പോയപ്പോൾ ആ പ്രിയ സഖാവ് വെടിയേറ്റ് മരിച്ചു വീണു. അവസാനമായി ഒരു നോക്ക് പോലും ആസ്പത്രിയിൽ പല ദിവസവും കിടക്കേണ്ടി വന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റാത്ത, ഞങ്ങൾ കുറേ സഖാക്കൾക്ക് കാണാൻ പറ്റാത്ത ആ പ്രിയ സഖാവിൻ്റെ വേർപാടിൽ
അങ്ങേയറ്റത്തെ ദുഃഖം ഈ 30 കൊല്ലമായിട്ടും ഓരോ ദിവസവും പല നേരങ്ങളിലും എൻ്റെ മനസ്സിനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ മനസ്സ് അങ്ങനെ പതറിപ്പോകുന്നില്ല. കാരണം പുഷ്പൻ എന്നും സജീവമായിരുന്നു. പുഷ്പൻ എന്നും പുഷ്പൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റിയാണ് പുഷ്പൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, DYFIയുടെ, CPMൻ്റെ ഏറ്റവും ശക്തിമത്തായിട്ടുള്ള മുന്നോട്ടുള്ള പോക്ക് ഈ അടുത്ത കാലത്ത് പുഷ്പൻ അവിടെ കിടക്കുമ്പോൾ, തലശ്ശേരി സഹകരണ ആസ്പത്രിയിൽ കിടക്കുമ്പോൾ, കൂടുതൽ രോഗാതുരനായി ബേബി മെമ്മോറിയലിലേക്ക് പോകുന്നതിന് മുമ്പ് പുഷ്പൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ മാധ്യമങ്ങളെപ്പറ്റി, അവർ നടത്തുന്ന കള്ളപ്രചാരവേലയെപ്പറ്റി എന്താണ് നിങ്ങൾ ശക്തമായി പ്രതികരിക്കാത്തത് എന്ന് എന്നോട് ചോദിച്ചു. എന്നിട്ട് പുഷ്പൻ എന്നോട് പറഞ്ഞു, ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ അന്ത്യവിശ്രമ സ്ഥലമുള്ള ഈ കണ്ണൂരിൽ എന്തേ നിങ്ങൾ ഈ മാധ്യമങ്ങളുടെ കള്ളക്കഥകൾക്കെതിരായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യം എന്നോടന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം 2 മാസം കഴിയുമ്പോഴാണ് കൃത്യമായിട്ട് എനിക്ക് പോലും മനസ്സിലാവുന്നത്. പണ്ടേ ഈ മാധ്യമങ്ങളുടെ കഥ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടെങ്കിലും പുഷ്പൻ ചൂണ്ടിക്കാണിച്ച ആ കാര്യം ഇന്ന് പുഷ്പൻ്റെ അഭാവത്തിൽ, ആ വേർപാടിൽ ഞാൻ ഓർത്തു നോക്കുമ്പോൾ ഈ മാധ്യമങ്ങളുടെ, പുഷ്പൻ പറഞ്ഞ മാധ്യമങ്ങളുടെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ നടത്തുന്ന സർവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂരമ്പുകൾ എയ്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ കൂരമ്പുകൾ എയ്തുകൊണ്ട് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ആ നീക്കത്തെ പ്രതിരോധിക്കാനുള്ള ആഹ്വാനം പുഷ്പൻ നൽകിയിട്ടുണ്ടായിരുന്നു. അത് കേരളീയ യുവത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. അത് അങ്ങേയറ്റം ശക്തിയോടെ ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത് കൃത്യമായി ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യതയാണ് യുവജനങ്ങളെ അദ്ദേഹം ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത്. ശ്രീ VPP മുസ്തഫയിലേക്കാണ്. ശ്രീ VPP മുസ്തഫ, M സുരേന്ദ്രൻ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തുനിന്നാണ് ഈ മാധ്യമങ്ങളുടെ ഒരു രീതിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. മാധ്യമങ്ങളുടെ മാത്രമല്ല, ഈ വലതുപക്ഷ മാധ്യമങ്ങൾ മാത്രമല്ല, അടുത്ത നാൾ വരെ ഈ മാധ്യമങ്ങൾ അങ്ങേയറ്റം വിമർശന ശരമുയർത്തിയ ആളുകളെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വിപ്ലവ പ്രസ്ഥാനത്തെയും അതുപോലെ ഈ ജനകീയ സർക്കാരിനെയും കരിവാരിത്തേച്ച് കാണിക്കാൻ ചില നീക്കങ്ങൾ വളരെ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് കൂടി നമ്മൾ പോയില്ലെങ്കിൽ ഈ ചർച്ച പൂർണ്ണമാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ, LDFിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനിശിതമായ വിമർശനം ഏറ്റുവാങ്ങുകയും LDFിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ അവർ ഏറ്റവും വലിയ പ്രിയങ്കരരായി ഈ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ, ആ നിമിഷങ്ങളുടെ ഒരു സാക്ഷ്യ പത്രം കൂടി ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ടത് കൂത്തുപറമ്പ് വെടിവെപ്പിനെയും ആ സമരത്തെയും എല്ലാം സംബന്ധിച്ച് വക്രീകരിച്ച കഥകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി, 1-2 ദിവസമൊന്നുമല്ല, കഴിഞ്ഞ 30 വർഷവും നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയവും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവര് പുഷ്പനെ തന്നെ പലതവണ ബന്ധപ്പെട്ടു. ഈ വലതുപക്ഷ മാധ്യമങ്ങൾ എന്തെങ്കിലും ഈ കൂത്തുപറമ്പിനെ സംബന്ധിച്ച് വെട്ടിയും ചിരുത്തുമെല്ലാം അവരുണ്ടാക്കുന്ന വക്രീകരിച്ച കഥകൾക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് പുഷ്പന്റെ വായിൽ നിന്ന് വീണ് കിട്ടുമോ എന്നുള്ള നിലയിൽ എന്തെങ്കിലും. പക്ഷെ അവിടെയെല്ലാം ഒരു തരത്തിലുമുള്ള വേണ്ട കഥ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഒന്നുപോലും ഇത്രയും കാലമായിട്ട് പുഷ്പനിൽ നിന്നുണ്ടായില്ല എന്നുള്ളതാണ്. ബാലസംഘത്തിൽ നിന്ന് ആരംഭിച്ച് ഈ 54 വർഷം നീണ്ട അതിലൊരു 30 വർഷം അങ്ങേയറ്റത്തെ ചരിത്രത്തിലെ കനൽ മുദ്ര എന്ന് പറയാവുന്ന ഒരു സഹന സൂര്യനായിട്ട് അദ്ദേഹം ജീവിച്ച കാലം. അപ്പോൾ പോലും ഈ പ്രസ്ഥാനത്തിന് നേരെയോ ഇതിന്റെ നിലപാടുകളോടോ ഒരു തരത്തിലുമുള്ള നിരാശയും അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങൾ അദ്ദേഹം പങ്കുവെച്ചിട്ടുമുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഈ വലതുപക്ഷ മാധ്യമങ്ങൾക്കും വലതുപക്ഷ രാഷ്ട്രീയത്തിനും പ്രതിരോധ ശക്തികൾക്കും ഈ പ്രസ്ഥാനത്തെ കൊത്തിക്കീറാനുള്ള ഒരു വാക്കുപോലും അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല. ഇന്നിപ്പോ നിങ്ങൾ നോക്കൂ നീലിമ, ചില മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ദീർഘകാലം പരിചരിച്ച അദ്ദേഹത്തിന്റെ സഹോദരിമാരെ സമീപിക്കുകയുണ്ടായി, 2 സഹോദരിമാരോട് ബൈറ്റെടുക്കുകയുണ്ടായി. പക്ഷെ അവര് പോലും എല്ലാം പുഷ്പന് പാർട്ടിയായിരുന്നു, എങ്ങനെയാണ് പുഷ്പൻ അതിനെല്ലാം നേരിട്ടത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ 5-6 വർഷക്കാലം ഇടതുപക്ഷത്തോടൊപ്പം ഒട്ടി നിന്ന് ലഭിക്കാവുന്ന വലിയ പദവികളെല്ലാം നേടി അതിന്റെ എല്ലാ സൗകുമാര്യങ്ങളും ആസ്വദിച്ചിട്ട്
താൻ വിചാരിച്ച അജണ്ടയിലൂടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇന്നിപ്പോ നമ്മൾ കാണുന്നത് പോലെയുള്ള ജുഗുപ്സാവഹമായ നാടകങ്ങൾ കാണുന്നത്. അവിടെ ഈ മാധ്യമങ്ങൾക്ക് ഒരു നൈതികതയുമില്ല. ഇന്നലെ വരെ ഇദ്ദേഹത്തെ ഭൂമി വെട്ടിപ്പിടുത്തക്കാരനും നേരത്തെ ഈ പരിഹാരത്തെ കുറിച്ച് പറഞ്ഞതുപോലെ പൊതു സ്വത്തുക്കൾ, പുഴയും അതുപോലെ മിച്ചഭൂമിയും പുറമ്പോക്ക് ഭൂമിയും റവന്യൂ ഭൂമിയും എല്ലാം കയ്യേറുന്നവരും നിയമങ്ങൾ ലംഘിക്കുന്നവരും വലിയ നിലയിൽ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന ഈ രാഷ്ട്രീയത്തിന്റെ മറവിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് നടത്തുന്ന ഒരാളായിട്ട് ചിത്രീകരിച്ച ഒരാൾ ഇന്നിപ്പോ എത്ര വലിയ മഹാനായിട്ട് 2-3 ദിവസം കൊണ്ട് മാറുകയാണ്. വലിയ ക്രൗഡ് പുള്ളറായിട്ട് മാറുന്നു, അവർക്ക് വലിയ വിപ്ലവകാരിയായിട്ട് മാറുന്നു, വലിയ ചിന്തൻ ശക്തിയായിട്ട് മാറുന്നു. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്ക്. ഈ പറയുന്ന PV അൻവർ സ്വീകരിച്ച നിലപാടും എത്ര അപഹാസ്യമാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ നമ്മൾ പോലും പറയുന്നതിനപ്പുറത്താണ്. അയ്യോ, ആ ഏഷ്യാനെറ്റ് ചാനൽ ഉണ്ടല്ലോ, ആ വഴിക്കേ പോകാൻ പാടില്ല, അവരെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞയാളാ. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ ഈ അൻവറിന്റെ അടുക്കളയിൽ ഇന്നലെ രാവിലെ ഏഷ്യാനെറ്റ് ചാനലുകാരൻ വന്ന് ഇദ്ദേഹം ചായ മൊത്തിക്കുടിക്കുന്നു. ഷാജൻ സ്കറിയയെ കുറിച്ചാണ് ഇദ്ദേഹത്തിന്റെ പരാതി. ആ ഷാജൻ സ്കറിയക്കെതിരെ വേണ്ടതുപോലെ നടപടിയെടുത്തില്ല, ഇദ്ദേഹം പറയുന്നത് പോലെ നടപടിയെടുത്തില്ല എന്നുള്ളതാണ് ആക്ഷേപം. ആ ഷാജൻ സ്കറിയക്ക് ഇപ്പോ ഏറ്റവും മാന്യനാകുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തെ, പൊതുപ്രവർത്തനത്തെ തങ്ങളുടെ അജണ്ട വെച്ച് ജീർണമായ അവസ്ഥയിലേക്ക് അതത് സമയത്തെ അവസരവാദമായിട്ട് കൊണ്ടു നടക്കുമ്പോഴാണ് 3 പതിറ്റാണ്ട് കാലത്തെ നിശ്ചയദാർഢ്യത്തിന്റെ, അടിയുറച്ച കരളുറപ്പിന്റെ, വലിയ രാഷ്ട്രീയ ബോധ്യത്തിന്റെ ഉത്തുംഗ പ്രതീകമായിട്ട് ശ്രീ പുഷ്പൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു താരതമ്യം കൂടിയാണ് നമ്മൾ നടത്തേണ്ടത്. എത്ര കൃത്യമായ നിലയിലാണ് ശ്രീ പുഷ്പൻ തന്റെ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാ വർജിക്കേണ്ടതിനെയും വർജിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പിന് ഒരു ഇടപോലും നൽകാതെ എങ്ങനെയാണ് തന്റെ വിമർശനവും തന്റെ രാഷ്ട്രീയവും അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അവിടെയാണ് ഇപ്പൊ കാണുന്ന കോപ്രായങ്ങൾ. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഞങ്ങൾ എന്തോ തിരുത്തൽ ശക്തിയാകാൻ പോകുന്നു എന്ന മട്ടിൽ ഈ വലതുപക്ഷ മാധ്യമങ്ങളും അവര് തന്നെ നേരത്തെ ആക്ഷേപിച്ച ഒരാൾ ഇടതുപക്ഷത്തെ വിമർശിക്കുമ്പോൾ മഹാനായി തീരുന്ന, നേരത്തെയും എത്രയോ തവണ നമ്മൾ കണ്ടതാണ്, ആ അവസ്ഥയുടെ ഏറ്റവും ചീഞ്ഞ നാടകം കൂടി നമ്മൾ കാണേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും ന്യൂ ജനറേഷനെ, പുതിയ തലമുറയെ പൊതുപ്രവർത്തനത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും ഒക്കെ ആകർഷിക്കാൻ, അവർക്ക് ഈ പൊതുപ്രവർത്തനത്തോടും രാഷ്ട്രീയത്തോടും എല്ലാം ഒരു കമ്മിറ്റ്മെന്റ്, നല്ല ക്രെഡിബിലിറ്റി ഉണ്ടാകാൻ, അത് ഈ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെയും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ജീർണിച്ച വഴിയല്ല, ശ്രീ പുഷ്പനെ പോലെയുള്ള വലിയ ചരിത്രത്തിന്റെ കനൽ മുദ്രയാണ് നമുക്ക് വലിയ നിലയിൽ മാതൃകയായിട്ടുള്ളത്. ലാൽകുമാറിലേക്കാണ്. ഈ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാലത്തൊക്കെയാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എങ്ങനെയാണ് പുഷ്പൻ്റെ ഈ പുഷ്പൻ മുന്നോട്ട് വെച്ച ആശയത്തെ ഈ കാലഘട്ടത്തിൽ, ഈ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ കാലത്ത് നമ്മൾ നോക്കിക്കാണേണ്ടത്? നോക്കൂ, വലിയ സമരമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 30 വർഷമായി സഖാവ് പുഷ്പൻ, കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ യഥാർത്ഥ രക്തസാക്ഷി, നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം. വലിയ വലിയ സമരമാണ് ഈ കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. ഞാനോ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടത്തിലിരിക്കുന്ന പാനലിസ്റ്റുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രവർത്തകരൊക്കെ പൊതുസമൂഹത്തിൽ ഇറങ്ങി രാഷ്ട്രീയം പറയുന്ന ആൾക്കാരാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നതിനെക്കാട്ടിലും ഒക്കെയോ എത്രയോ വലുതായി ജീവിതം കൊണ്ട് ഒരു കിടക്കയിൽ കിടന്നുകൊണ്ട് രാഷ്ട്രീയം പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ, വലതുപക്ഷ മാധ്യമങ്ങൾ ഓരോ പ്രാവശ്യവും അദ്ദേഹത്തെ കണ്ട് എന്തേലും CPM-നെതിരെ പ്രതികരിക്കാൻ കിട്ടുമോ എന്ന് അവസരം നോക്കി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് സഖാവ് VPP പറഞ്ഞല്ലോ. എന്നിട്ട് എന്തായി? അതെന്തുകൊണ്ട് അദ്ദേഹം എതിര് പറയുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ബോധ്യമാണ്. ഇപ്പം നോക്കൂ, ഇടതുപക്ഷ നിരീക്ഷകൻ എന്നാണല്ലോ എന്നെ വിളിച്ചത്. ഇന്നലെയും ഞാനിത് പറഞ്ഞതാണ്, എന്നാലും വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അങ്ങനെയാണ് ഇടതുപക്ഷ നിരീക്ഷകനാകുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികനാകുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. നിങ്ങൾ എഴുതി കാണിച്ചാൽ ഞാൻ സഹയാത്രികനാകില്ല. ഞാൻ സഹയാത്രികനാകണമെങ്കിൽ എൻ്റെ ബോധ്യങ്ങളിലതുണ്ടാകണം.
എൻ്റെ ബോധ്യങ്ങളില്ലാതെ നിങ്ങൾ എന്തെഴുതി കാണിച്ചാലും ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാകത്തില്ല. ഞാൻ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, നിങ്ങളുടെ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവിടെ ഏറ്റവും വലിയ കാര്യമായി വരുന്നത്. അല്ലെങ്കിൽ താഴെ ഒരു കോളം എഴുതി കാണിക്കുക, അല്ലെങ്കിൽ ഒരു വരി എഴുതി കാണിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അങ്ങനെ എഴുതി കാണിക്കുക മാത്രമേ ഉള്ളൂ എങ്കിൽ എന്നിൽ നിന്ന് വരുന്നത് വളരെ ജീർണിച്ച ഒരു കാര്യമായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയമായിരിക്കത്തില്ല എൻ്റെ വായിൽ നിന്ന് വരുന്നത്, വലതുപക്ഷ രാഷ്ട്രീയമായിരിക്കും, സ്വാഭിത താല്പര്യമായിരിക്കും, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ കാര്യങ്ങളായിരിക്കും വരിക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നോക്കൂ, ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പം അൻവറിൻ്റെ വിഷയമാണല്ലോ ഇവിടെ പറഞ്ഞത്. അൻവറിന് എന്ത് തന്നെ പറയാനിരിക്കട്ടെ, ഒരു സ്വാഭാവിക സമയം എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ? ഒരു കാര്യത്തിന് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഒരു കാര്യത്തിലേക്ക് എത്താൻ ഒരു സ്വാഭാവിക സമയം യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ പാർട്ടിക്ക് കൊടുത്തോ, ഈ സർക്കാരിന് കൊടുത്തോ? അത്ര മാത്രം ആലോചിച്ചാൽ മതി. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിനെ എണ്ണുകയായിരുന്നു. അദ്ദേഹം 5 വാർത്താ സമ്മേളനം നടത്തി. 5 വാർത്താ സമ്മേളനം നടത്തിയതിന് അദ്ദേഹത്തിന് ഓരോ പ്രാവശ്യം മറുപടി പറയാനാണെങ്കിൽ വേറെ ആർക്കും ഒരു പണിയും കാണാതെ ഇതിൻ്റെ പുറകെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹം ചെയ്തതിനകത്ത് അച്ചടക്കം എന്ന് പറഞ്ഞത്, എന്ത് പറഞ്ഞാലും അച്ചടക്കം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ അച്ചടക്കം ഇടതുപക്ഷ രാഷ്ട്രീയം, ഇപ്പം എന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നു. ഒരു ഇതൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മറ്റൊരു ചാനൽ എന്നെ വിളിക്കുന്നു. ഞാൻ പോകുമ്പം ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഡിഫെൻഡ് ചെയ്യാൻ എനിക്ക് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ പണിക്ക് പോകരുത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതൊരു ചട്ടക്കൂടിൽ നിൽക്കുന്നതുകൊണ്ടാണ്, ഒരു പാർട്ടിയുടെ സ്ട്രക്ചറിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ആ സ്ട്രക്ചർ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നുമില്ല. നിങ്ങൾ വിഭിന്നമായ ഒരു അഭിപ്രായം പറയുമ്പം ചിലപ്പോൾ ഒരുപാട് പേര് വന്ന് കൈയടിക്കാനും കൂട്ടത്തിൽ ഒരുപാട് പേര് കാണുമായിരിക്കാം. അപ്പം നമ്മളങ്ങ് ഒരു ഫാലസിയിൽ നമ്മൾ ചിലപ്പോൾ പോയി, എന്നാ എൻ്റെ കൂട്ടത്തിലാണ് ആള്, എനിക്ക് കിട്ടുന്ന ഫേസ്ബുക്കിലേക്കാണ് എനിക്ക് എൻ്റെ സപ്പോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ കരുതാം. പക്ഷെ അതൊന്നും നിലനിൽക്കുന്നതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് അവനവൻ തന്നെ ചോദിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ഉറപ്പിച്ച് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ രാഷ്ട്രീയം എന്നുള്ളത് നിങ്ങളുടെ ബോധ്യമാണ്. നിങ്ങൾ എന്നെ വിളിക്കുന്നതല്ല എൻ്റെ രാഷ്ട്രീയം, ഞാൻ എന്നെ വിളിക്കുന്നതാണ് എൻ്റെ രാഷ്ട്രീയം. യെസ്, നിലയ്ക്കാത്ത മുദ്രാവാക്യമായിരുന്നു പുഷ്പൻ. ആ പുഷ്പൻ അവശേഷിപ്പിക്കുന്നത് എന്ത് എന്ന സമഗ്രമായ ഒരു ചർച്ചയാണ് ഈ 1 മണിക്കൂർ നടത്തിയത്. ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ഈ സമയം ഇവിടെ തീരുകയാണ്.